തൃശൂർ ഒരു പുതിയ നൂറ്റാണ്ടിന്റെ തുടക്കം. അതോടൊപ്പം ആരോഗ്യ പരിപാലനത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായവും ആരംഭിച്ചു. വർഷങ്ങളോളം സർക്കാർ മെഡിക്കൽ സേവന രംഗത്ത് പ്രവർത്തിച്ച ഡോക്ടർ വി.കെ. അബ്ദുൾ അസീസിന്റെ നേതൃത്വത്തിൽ 2001 ജൂൺ 6-ന് 45 കിടക്കകളും 45 ജീവനക്കാരുമായി ദയ ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചു. ദയ ബുദ്ധന്റെ കമ്പാഷൻ എന്ന തത്വചിന്തയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു പേര്. വേദനിക്കുന്നവരോടും സഹായം തേടിയെത്തുന്നവരോടും ഏറ്റവും ആദ്യം ഉണ്ടാകേണ്ടത് ദയ തന്നെയാണെന്ന് വിശ്വാസം. അങ്ങനെ കരുണയും മനുഷ്യസ്നേഹവും അടിത്തറയാക്കിയ ഒരു യാത്രയ്ക്ക് തുടക്കമായി. രോഗികളുടെ വിശ്വാസത്തിനൊപ്പം ദയയും വളർന്നു. 2007-ൽ പുതിയ ആശുപത്രി സമുച്ചയത്തിലേക്കുള്ള മാറ്റം വളർച്ചയുടെ പുതിയ ഘട്ടമായി. തുടർന്നുള്ള വർഷങ്ങളിൽ പുതിയ സ്പെഷ്യാലിറ്റികളും ആധുനിക ചികിത്സാ സംവിധാനങ്ങളും വിദഗ്ധ സേവനങ്ങളും ദയയുടെ സേവന പരിധി വികസിപ്പിച്ചു. 2012-ൽ തൃശൂരിലെ ആദ്യ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. 2015-ൽ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തേക്കും ദയ ചുവടുവെച്ചു. 2016-ൽ NABH അംഗീകാരം ലഭിച്ചു. 2018-ലെ പ്രളയവും 2020-ലെ കോവിഡ് മഹാമാരിയും ആരോഗ്യരംഗത്ത് വലിയ വെല്ലുവിളികളായിരുന്നു. ആ സമയത്ത് തൃശൂരിലെ ആദ്യ സ്വകാര്യ കോവിഡ് ചികിത്സാ കേന്ദ്രമായി ദയ പ്രവർത്തനം ആരംഭിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ വലപ്പാട്, പാലക്കാട്, കുന്നംകുളം എന്നിങ്ങനെ ദയയുടെ സേവനങ്ങൾ പുതിയ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. ആരോഗ്യ സേവനത്തിനൊപ്പം വിദ്യാഭ്യാസം, അടിയന്തര ചികിത്സ, സമൂഹാരോഗ്യ പ്രവർത്തനങ്ങൾ ഈ യാത്രയുടെ ഭാഗമായി മാറി. 2026-ൽ JCI അംഗീകാരം നേടിയതോടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ആരോഗ്യ സേവനത്തിനായുള്ള ദയയുടെ പ്രതിബദ്ധതയ്ക്ക് ആഗോള അംഗീകാരം ലഭിച്ചു. ഇന്ന് 25 വർഷങ്ങൾ പിന്നിടുമ്പോൾ 45 കിടക്കകളിൽ ആരംഭിച്ച ആ യാത്ര 250 കിടക്കകളും 1000 സ്റ്റാഫ് അംഗങ്ങളുമുള്ള ടീം ദയയായി എണ്ണമറ്റ ജീവിതങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു വലിയ ആരോഗ്യ സേവന ശൃംഖലയായി വളർന്നിരിക്കുന്നു. ഇത് ഒരു സ്ഥാപനത്തിന്റെ മാത്രം ചരിത്രമല്ല, കരുണയെ ഒരു പേരാക്കിയ വാണിജ്യ രൂപമാണെങ്കിലും ലാഭത്തേക്കാളേറെ സേവനത്തെ മുഖ്യ ദൗത്യമാക്കിയ 25 വർഷങ്ങളുടെ യാത്ര. ദയ 2001 മുതൽ 2026 വരെ ഒരു യാത്ര. വിദഗ്ധ ചികിത്സാരംഗത്ത് ഉയർന്ന ധാർമ്മികതയോടെ തന്നെ ഇനിയും ആരോഗ്യ പ്രവർത്തനങ്ങൾ തുടരുമെന്ന പ്രതിജ്ഞയോടെ ഞങ്ങൾ യാത്ര തുടരട്ടെ. ലോകത്തിനാകെയും സ്വാസ്ഥ്യമുണ്ടാവട്ടെ, നോവുകൾ നിത്യമായി മാഞ്ഞു പോ.